കായംകുളത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് ഇന്നലെയുണ്ടായത് 2 അപകടങ്ങൾ. നൂറനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ഓട നിർമ്മാണത്തിനെടുത്ത കുഴികൾ 1.5 വർഷമായി മൂടാതെ കിടക്കുന്നതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കായംകുളം KPSC ജംഗ്ഷനിലും KSRTC ബസ് സ്റ്റേഷന് മുന്നിലുമാണ് ഇന്നലെ 1 മണിക്കൂറിനിടെ 2 അപകടങ്ങളുണ്ടായത്. ദേശീയപാതയിൽ അണ്ടർഗ്രൌണ്ട് ഡെക്ട് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് സ്കൂട്ടർ വീണ നൂറനാട് സ്വദേശി ആരോമൽ മരിച്ചു. സർവീസ് റോഡിൽ 1.5 വർഷമായി മൂടാതെ കിടക്കുകയാണ് 7 അടിയോളം താഴ്ചയുള്ള കുഴി. പ്രദേശത്ത് അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡുകളോ വെളിച്ച സംവിധാനങ്ങളോ ഇല്ല. അവിടെ വെട്ടമില്ല. മെയിനായിട്ട് ഈ കുഴി ഒരു വെട്ടമെങ്കിലും ഉണ്ടെങ്കിലല്ല നമുക്ക് ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇതേലും ഒരു ചെറിയൊരു വെട്ടവേ ഉള്ളൂ. അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുപ്പിച്ചേക്കുന്നതുകൊണ്ട് ആ ചെറിയൊരു വെട്ടവേ ഉള്ളൂ. അല്ലാതെ ഈ കുഴിച്ചിടുന്ന സ്ഥലത്ത് അവരൊരു ലൈറ്റെങ്കിലും കൊടുക്കണ്ടായോ? കായംകുളത്ത് മാത്രം 4 വലിയ കുഴികളാണ് അപകടകരമായുള്ളത്. ഇത് മൂടണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കരാറുകാർ പരിഗണിച്ചില്ലെന്ന പരാതിയുമുണ്ട്. ഇവിടെ ഒരു മുന്നറിയിപ്പില്ലായിരുന്നു, ഒരു മുന്നറിയിപ്പില്ല. ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ട് വീപ്പ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. വീപ്പ അവർ നേരത്തെ ഇവിടെ വെച്ചിരുന്നത്. എന്നിട്ട് ഒരു ഇതിന്റെ ഒരു റിബൺ വലിച്ചു കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് അവരങ്ങ് പോയി. KSRTC ബസ് സ്റ്റേഷന് മുന്നിലും ഇരുചക്രവാഹനം കുഴിയിൽ വീണ അപകടം. കായംകുളം സ്വദേശി നബീൻ ഷാ ഗുരുതര പരിക്കുകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രിയിലും പകലും വ്യത്യസ്ത ഘടനകളിൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതും യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. 24 ആലപ്പുഴ.